ഇന്ത്യൻ പാർലമെന്റിൽ ജനാധിപത്യത്തിൻ്റെ വസന്തം മുഴങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും ശ്രീമതി പ്രിയങ്ക വദ്രയുടെ രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ പാർലമെൻ്ററി പ്രവേശനം വളരെ കൃത്യമായി ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. നിങ്ങൾ എപ്പോഴും എല്ലാ മാധ്യമങ്ങളും ഒരുപക്ഷെ കോൺഗ്രസ്സുകാരും ഗാന്ധി കുടുംബം എന്ന് വിളിക്കുമ്പോൾ പ്രിയങ്ക ഒരു തരത്തിലും ഗാന്ധി കുടുംബത്തിൻ്റെ മകളായി കാണരുത്, മറിച്ച് റോബർട്ട് വദ്രയുടെ ഭാര്യ കൂടിയാണ് എന്നുള്ള സങ്കല്പത്തിൽ കൂടി തന്നെ അത് തിരിച്ചറിയപ്പെടുകയും വേണം. എന്നിരുന്നാലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിശ്ചയമായും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനും കോൺഗ്രസിനും ഒരു മുതൽക്കൂട്ടാവണം എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നിരുന്നാലും ഈ ആധിപത്യ സ്വഭാവത്തോടുകൂടി, ഒരു കുടുംബാധിപത്യ സ്വഭാവത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം അത് അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യം കൂടിയാണ്. പക്ഷേ മറിച്ച് അത് പറഞ്ഞു വന്ന ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വിമർശനത്തിന് ചില നിയന്ത്രണങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടും ശ്രീമതി പ്രിയങ്ക വദ്രയുടെ പാർലമെന്ററി പ്രവേശനത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ഘട്ടത്തിൽ അവതരിപ്പിക്കാനാണ് ഹസ്കർ, എനിക്ക് ഒരു ചോദ്യം താങ്കളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ താങ്കളുടെ അഭിപ്രായം ചോദിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതുണ്ട്. നോക്കൂ, ഇതൊരു ബൈ ഇലക്ഷൻ മാത്രമാണ്, ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് എന്നിരിക്കെ മറ്റ് ഒരു മണ്ഡലത്തിലും ഒരു പ്രസക്തിയും ഈ മത്സരം ചെലുത്തില്ല എന്നിരിക്കെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി ജയിച്ചത് എന്നിരിക്കെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുക എന്നുള്ളതല്ലേ നല്ലൊരു ഓപ്ഷൻ? അല്ല, ഇത് ഈ കേരളത്തിൻ്റെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇടതു വലതു മുന്നണികൾ പരസ്പരം മത്സരിക്കുകയും ഇന്ന് BJP രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തമാകുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് വളരെ കൃത്യമായി ആലോചിച്ച് അവധാനതയോടുകൂടി വിലയിരുത്തി വേണം തീരുമാനമെടുക്കാൻ. പക്ഷേ എപ്പോഴും അതൊരു രാഷ്ട്രീയപരമായി നിലപാടുകളുടെ ഭാഗമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ പൊതു സ്ഥാനാർത്ഥിയായി ശ്രീമതി പ്രിയങ്ക വദ്രയെ നിർത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയമായി ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുക, ഏറ്റവും വലിയ ഊർജ്ജം ലഭിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അത്തരത്തിൽ കൂടി ഇടതുപക്ഷം ചിന്തിക്കണം, അത്തരത്തിൽ കൂടി ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കണം എന്നുകൂടിയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നിശ്ചയമായും ഒരുപക്ഷെ ഒരു പൊതു സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണിയുടെ ഒരു പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീമതി പ്രിയങ്ക വദ്രയെ വയനാടിൽ മത്സരിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും അഭികാമ്യമായ രാഷ്ട്രീയ നിലപാട്.